ഇന്ന് ഇന്ത്യയുടെ 75ാം ഭരണഘടനാ ദിനമാണ്. 1949 നവംബർ 26-നാണ് നമ്മുടെ ഭാരതത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, അതായത് ഭരണഘടനാ നിർമ്മാണ സമിതി, അതിൻ്റെ ചെയർമാൻ സ്ഥാനത്തുണ്ടായിരുന്നത് യശസ്വരീനായ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ലോകം കണ്ടിട്ടുള്ള നിയമജ്ഞരിൽ ഒരു പ്രധാനി തന്നെയാണ് അദ്ദേഹം. എണ്ണപ്പെട്ട ആളുകളിൽ പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ് ഈ ഭരണഘടന അന്ന് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് അത് പാസ്സാക്കി വരുന്നത്. പാർലമെൻറ്റ് അംഗീകരിക്കുന്നത് 1949 നവംബർ 26-നാണ് ഭരണഘടന അംഗീകരിക്കുന്നത്. ആ ദിവസമാണ് നമ്മൾ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഈ ഭരണഘടന സംബന്ധിച്ചിടത്തോളം ധാരാളം കേസുകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നതാണ് നമ്മുടെ നിയമങ്ങളുടെ നട്ടിൽ. ആ നട്ടിലനുസരിച്ച് മാത്രമേ ബാക്കിയുള്ള നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ബാക്കി ഏതെങ്കിലും ഒരു നിയമം ഭരണഘടനയിലെ തത്വങ്ങൾക്ക് വ്യത്യസ്തമായി അല്ലെ അതിന് വിരുദ്ധമായാണ് നിർമ്മിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് അസാധുവാണെന്നാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ 13-ാം ആർട്ടിക്കിളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഏത് നിയമം നമ്മുടെ രാജ്യത്ത് പാസ്സാക്കണമെങ്കിലും അത് ഭരണഘടനയുടെ തത്വങ്ങളനുസരിച്ചുള്ള നിയമങ്ങൾ തന്നെ ആയിരിക്കണം. അതുകൊണ്ടാണ് പല നിയമങ്ങളും കോടതി പറയും അൾട്രാ വയേഴ്സ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് നിയമങ്ങൾ അസാധുവായിട്ട് പ്രഖ്യാപിക്കുന്നത് പലപ്പോഴും അതുകൊണ്ടാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് ഒരു ജീവസുറ്റ രേഖയാണ് എന്നുള്ളതാണ്. ഒരു ജീവനുള്ള രേഖയായിട്ടാണ് ഭരണഘടനയെ കണക്കാക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ആദ്യം പറഞ്ഞത് ജസ്റ്റിസ് HR ഖന്നയാണ്. അദ്ദേഹത്തിൻ്റെ അനന്തരവനാണ് ഇപ്പോൾ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, സുപ്രീം കോടതിയുടെ നമ്മുടെ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ആയിട്ടിരിക്കുന്ന അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബെഞ്ചിൽ നിന്ന് വളരെ ശക്തമായ ഒരു വിധി ഇപ്പോൾ പുറത്തു വന്നു. അതായത് കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് കിടക്കുന്ന ഒരു മാറ്റർ ഉണ്ടായിരുന്നു സുപ്രീം കോടതിയിൽ. സുബ്രഹ്മണ്യ സ്വാമി തുടങ്ങിയ ചില ആളുകൾ കൊടുത്തേക്കുന്ന ഒരു കേസുകളാണ് അത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ 42-ാം ഭേദഗതിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ്. 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടും പ്രത്യേകതയുള്ളൊരു കാര്യമായിരുന്നു. കാരണം യഥാർത്ഥത്തിൽ അത് ശ്രീമതി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നഷ്ടമായ ആ ഒരു പ്രതിച്ഛായ വീണ്ടെടുക്കാൻ വേണ്ടി നടത്തിയ ഒരു അമെൻമെൻ്റായിട്ട് അതിനെ പലരും വിശേഷിപ്പിക്കാറുണ്ട്. അതിനകത്ത് വന്നേക്കുന്ന വളരെ വലിയൊരു കാതലായ മാറ്റം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിയാമ്പിൾ, നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ, അതായത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ sovereign, social, secular, democratic republic and to ensure to all its citizens justice, liberty, equality and fraternity. ഇതാണ് നമ്മുടെ ഭരണഘടന. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. പിന്നെ ഒരു ശകലം കൂടെ ഉണ്ട്, അത്രയേ ഉള്ളൂ. അതിനകത്ത് വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇതിൽ ഈ നേരത്തെ ഉള്ള ഭരണഘടനയിൽ അതായത് ഈ 42nd മുമ്പ് അമെൻമെൻറ്റിന് മുമ്പുള്ള നിലവിലിരുന്ന നമ്മുടെ ഭരണഘടനയിൽ ഈ 2 ടേംസ് ഇല്ല. അതായത് ഈ സെക്യുലറിസവും സോഷ്യലിസവും അതിനകത്തില്ല. സെക്യുലറിസ്റ്റ് ആൻഡ് സോഷ്യലിസ്റ്റ് എന്നുള്ളത് അതിനകത്ത് പുതിയതായിട്ട് പ്രിയാമ്പിളിൽ ഉൾപ്പെടുത്തിയതാണ്. പ്രിയാമ്പിൾ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഭരണഘടനയുടെ ഹൃദയമായിട്ട് നമുക്ക് കണക്കാക്കാം. ഭരണഘടനയുടെ കാണിക്കുന്ന ഭരണഘടനയുടെ ഉള്ളിൽ വരുന്ന തത്വങ്ങൾ ചെറുതായിട്ടുള്ള രീതിയിൽ വളരെ സംക്ഷിപ്തമായിട്ട് പുറത്ത് സൂചിപ്പിക്കുന്നതാണ് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പുതിയതായിട്ട് ഇതിൽ ചേർത്തു എന്ന ആളുകൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതിൽ യാതൊരു കഴമ്പുമില്ല. ഇതിന് നിയമസാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ അതിനകത്ത് ചോദിച്ചിരുന്നത്, ഈ 42ാം ഭേദഗതിക്ക്. അപ്പോൾ ഈ 42ാം ഭേദഗതിക്ക് അതിന് വിലയുള്ളതാണ് എന്നും അതിന് യാതൊരു തകരാറുമില്ലാത്തതാണെന്നും സുപ്രീം കോടതി ഇപ്പോൾ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു. അതിനകത്ത് സുപ്രീം കോടതിയിൽ തർക്കം വന്നത് 2 വിഷയത്തിലാണ്. ഒന്ന്, ഈ 42nd അമെൻമെൻ്റ് ഉള്ളപ്പോൾ ഉണ്ടായിരുന്നപ്പോൾ പാർലമെൻറ്റ് ടേം കഴിഞ്ഞു പോയിരുന്നു. അതുകൊണ്ട് അത് പാർലമെൻറ്റ് പാസ്സാക്കി എന്ന് പറയാൻ പറ്റുന്നതാണോ, അതിന് നിയമസാധ്യതയുണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ അത് മാത്രമല്ല, അതിനകത്ത്
അടുത്തതായിട്ടുള്ള ഏറ്റവും വലിയ തർക്കം എന്ന് പറയുന്നത് ഭരണഘടനാ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഈ രണ്ട് കാര്യങ്ങളും ഉൾപ്പെടുത്താൻ അന്ന് ചർച്ച നടന്നെങ്കിലും അനുവദിച്ചില്ല എന്നുള്ളതാണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഇതിനെക്കുറിച്ച് ചർച്ച വന്നു. അപ്പോൾ അതിനകത്ത് ഷാ എന്ന് പറയുന്ന അതിൻ്റെ അംഗമാണ് ഇത് കൊണ്ടുവന്നത്. അതായത് ചർച്ച നടന്നപ്പോൾ ഇതിനകത്ത് ഈ രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല ഭരണഘടനയുടെ ആമുഖത്തിൽ എന്ന് പറഞ്ഞു. അതായത് സോഷ്യലിസവും സെക്യുലറിസവും ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ അന്ന് അംബേദ്കർ എതിർത്തു എന്നുള്ളത് ശരിയാണ്, ഡോക്ടർ അംബേദ്കർ. ഏതായാലും അതിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല എന്നുള്ള രീതിയിൽ അത് പാസ്സായിട്ടില്ല, ഉൾപ്പെടുത്തിയിട്ടില്ല. അതില്ലാത്ത ഭരണഘടനയാണ് പുറത്തു വന്നത്. അത് യഥാർത്ഥത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അതിനെതിരായിരുന്നു. കാരണം ഇത് ഉൾപ്പെടുത്തുന്നതിനെതിരെ ആയിരുന്നു. അതിന് പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് ഒന്ന്, ചിലപ്പോൾ ഈ മതേതരത്വം എന്ന് പറയുന്നത് ചില മതങ്ങളെ, അതായത് ഈ മതേതരത്വം എന്ന് പറയുന്നത് മതങ്ങൾക്കെതിരായിട്ട് മാറും അത് ഒന്ന് എന്നുള്ളതായിരുന്നു അന്നത്തെ കാഴ്ചപ്പാട്. പിന്നെ രണ്ടാമത് പറഞ്ഞത്, സോഷ്യലിസത്തെക്കുറിച്ച് പറഞ്ഞത്, നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തീരുമാനിക്കാൻ പാർലമെൻറ്റിന് അവകാശമില്ലാതാവും, ഗവൺമെൻറ് അവകാശമില്ലാതായി പോവും എന്നുള്ള ഒരു കാഴ്ചപ്പാടും വന്നു. ഇതിന് രണ്ടിനെയും ഇപ്പം നള്ളിഫൈ ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതി ഇത് പറഞ്ഞത്. സുപ്രീം കോടതി പറഞ്ഞത് ഈ മതേതരത്വം എന്നുള്ള വാക്ക് യഥാർത്ഥത്തിൽ അത് ഭരണഘടന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ചർച്ചയിലും വന്നതാണ്. ആർട്ടിക്കിൾ 14, 15, 16 ഒക്കെ ചർച്ച ചെയ്തപ്പോൾ അത് വന്നതാണ്. വിവേചനത്തെ സംബന്ധിച്ചുള്ളതാണ് 15, 16. ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് തുല്യത, ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോസ്. അത് നോക്കുമ്പോൾ എല്ലാവർക്കും തുല്യതയാണ് വേണ്ടത്. നിയമത്തിൻ്റെ മുമ്പിൽ തുല്യതയും നിയമങ്ങളുടെ തുല്യ പരിരക്ഷയും എല്ലാവർക്കും കിട്ടണം. ആർട്ടിക്കിൾ 15, 16 അവസരങ്ങളെ സംബന്ധിച്ചുള്ളതാണ്. വിദ്യാഭ്യാസത്തിനും അതുപോലെ തൊഴിലിനുള്ള അവസരങ്ങൾ. ഈ അവസരങ്ങൾ ഒരിക്കലും വിവേചനം പാടില്ല. എഗൻസ്റ്റ് കാസ്റ്റ്, ക്രീഡ് ആൻഡ് സെക്സ്, മതം, വർഗം, ലിംഗഭേദം ഇതില്ലാതെ വേണം, അതിലൊന്നും വിവേചനം പാടില്ല എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ചർച്ച വന്നപ്പോൾ തന്നെ പറഞ്ഞേക്കുന്നതാണ് ആ ചർച്ചയിൽ തന്നെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ ചർച്ചയിലും വന്നതാണ് ആ വിവരം. മതങ്ങളെന്ന് പറയുന്ന മതേതരത്വം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്, അതായത് ഇന്ത്യ ഗവൺമെൻറ് ഒരൊറ്റ മതത്തെയും പിന്തുണയ്ക്കുന്നതാവരുത് ഗവൺമെൻറ്, അതുപോലെ ഒരു മതത്തിനും എതിരായി പോവുകയും ചെയ്യരുത്. ഇതാണ് മതേതരത്വം എന്നുള്ളതാണ് കേശവാനന്ദ ഭാരതി കേസിലും അതുപോലെ SR ബൊമ്മ കേസിലും ഒക്കെ വന്ന തത്വമാണ്. എന്നിട്ട് പറഞ്ഞു അതിനകത്തൊക്കെ യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് വന്നു, ഈ ചർച്ച വന്നു. അപ്പോൾ പറഞ്ഞത് യഥാർത്ഥത്തിൽ അതിനകത്ത് വന്നത് ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ഒരിക്കലും അതിന് എതിരായിട്ടുള്ള നിയമനിർമ്മാണം ഒന്നും പാടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ അടിസ്ഥാന തത്വങ്ങൾ, ബേസിക് സ്ട്രക്ചർ എന്താണെന്ന് പറഞ്ഞതിനകത്ത് പറഞ്ഞിട്ടുണ്ട് മതേതരത്വം, സെക്യുലറിസം എന്ന് പറയുന്നത് ഇത് അടിസ്ഥാന തത്വമാണ് എന്ന് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ആദ്യം കേശവാനന്ദ ഭാരതി കേസിലാണ് ആ വിധി വന്നത്. പിന്നീട് SR ബൊമ്മ കേസിലും ഇതേ ചർച്ച വന്നു. അപ്പോൾ SR ബൊമ്മ കേസിലും അത് തന്നെ വിധി വന്നു, ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയാണ്. അതിനോട് ആരും വിയോജിച്ചിട്ടില്ല കേട്ടോ. അതായത് ഇത് ബേസിക് സ്ട്രക്ചറാണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ആരും വിയോജിച്ചിട്ടില്ല. അതിനകത്ത് വിയോജിപ്പുണ്ടായിട്ടുള്ളത് ഇത് ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനെ അതിനെ അമെൻഡ് ചെയ്യാമോ ഇല്ലയോ എന്നുള്ളതാണ്, ഭേദഗതി ചെയ്യാമോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ സുപ്രീം കോടതി അതിൽ പറഞ്ഞ കേസാണ്. അത് കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഇസ്മായിൽ ഫാറൂഖി കേസിലും ഒക്കെ വന്ന ഒരു കാര്യമാണ്. ബേസിക് സ്ട്രക്ചറിന് എതിരായിട്ടുള്ള ഒരു ഭേദഗതിയും പാടില്ല. അപ്പോൾ പാർലമെൻറ്റിന് അൺബ്രിഡിൽഡ് പവർ ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ? അതായത് കടിഞ്ഞാണില്ലാത്ത അവകാശം പാർലമെൻറ്റിന് ഭരണഘടന ഭേദഗതി ചെയ്യാനുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ കേസുകളെല്ലാം വന്ന വിധിയെന്ന് പറയുന്നത് ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അടിസ്ഥാന തത്വങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ഭേദഗതിയും പാടില്ല. അതിലാണ് മതേതരത്വം എന്ന് പറയുന്ന അടിസ്ഥാന തത്വമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ എന്ന്, ബേസിക് സ്ട്രക്ചറിൽ പെടുന്നതാണ് എന്ന് ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി വന്നത്. ആ വിധി മാറ്റിമറിക്കാനൊന്നും ഇനി എളുപ്പമല്ല. അപ്പോൾ ഈ വിധിയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഈ അമെൻമെൻറ്റ് വന്നേക്കുന്നത്, 42nd അമെൻമെൻറ്റ്. അതായത് ശ്രീമതി ഗാന്ധിക്ക് അന്ന് കാണിക്കേണ്ടത് അവർ പാവപ്പെട്ട ജനങ്ങളുടെ ഒപ്പമാണ് എന്നുള്ളതാണ്
ഈ സോഷ്യലിസ്റ്റിക് അപ്രോച്ചിലൂടെ അവരുദ്ദേശിച്ചത്. അതേപോലെ തന്നെ മതേതരത്വം സംബന്ധിച്ചിടത്തോളം ഉള്ള കാഴ്ചപ്പാട് ഈ പറഞ്ഞ ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇതിൽ ചേർത്തത് ശരിയോ തെറ്റോ എന്നുള്ളതായിരുന്നു ഇപ്പോഴത്തെ ഈ കേസിലെ വിധി. അതായത് ഈ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ ഈ 2 വാക്കുകൾ 42ാം ഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തിയത് ഭരണഘടനാ വിരുദ്ധമല്ലേ എന്നുള്ളതായിരുന്നു. ഇതിനകത്ത് ആണോ ഇല്ലയോ എന്നുള്ളതായിരുന്നു ഇപ്പോഴത്തെ ഈ കേസിലെ യഥാർത്ഥത്തിൽ പ്രതിവാദ വിഷയം. അതിനകത്ത് സുപ്രീം കോടതി പറഞ്ഞു, ഇത് ഈ പറഞ്ഞതുപോലെ മതേതരത്വം എന്ന് പറയുന്നത് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മതങ്ങളെയും ഗവൺമെൻറ് പിന്തുണയ്ക്കാൻ പാടില്ല എന്നും ഒരു മതങ്ങൾക്കും എതിരായിട്ട് നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇങ്ങനൊരു ആക്ഷേപം ഉന്നയിക്കുന്നതുകൊണ്ട് വലിയ പ്രത്യേകതയൊന്നുമില്ല. അത് ചില രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ താല്പര്യത്തിന് അനുസൃതമായിട്ട് ഉന്നയിക്കുന്ന കാര്യങ്ങളാണ്. കാരണം അങ്ങനെ പറയുന്നവർ തന്നെ ഒരു പ്രത്യേക മതത്തെ പിന്തുണയ്ക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ അത് മതേതരത്വമല്ല എന്നുള്ളതാണ് ഈ ചർച്ചയിലും അതുപോലെ തന്നെ ഈ നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധികളിൽ നിന്നും കാണുന്നത്. അത് ആരും അങ്ങനെ ഒരു മതത്തെ പിന്തുണയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു പ്രത്യേക മതത്തെ പിന്തുണയ്ക്കാൻ പാടില്ല, അതുപോലെ ഒരു പ്രത്യേക മതത്തെ ഏതെങ്കിലും മതങ്ങളെയോ അത് നിരാകരിക്കാനും പാടില്ല എന്നുള്ളതാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഇപ്പോൾ 75 വർഷമാകുന്നല്ലോ ഭരണഘടന. ഇപ്പം നമ്മുടെ ഭരണഘടനയെ എടുത്തിട്ട് ചവിട്ടി വധിക്കാനും ഒക്കെ തയ്യാറായി മുമ്പോട്ട് വരുന്ന ആളുകളുണ്ട്. അവരിതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഈ ഭരണഘടന എങ്ങനെ ഉണ്ടായെന്നുള്ളത് ആലോചിച്ചിട്ടുണ്ടോ? ഈ നമ്മുടെ ഭരണഘടനാ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ 389 അംഗങ്ങളാണ് ഓരോ സംസ്ഥാനത്തു നിന്നും ഒക്കെ വന്നിട്ടുള്ളത്. അന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യ അങ്ങോട്ട് രൂപീകരിക്കപ്പെടാൻ തുടങ്ങുമ്പോൾ, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് ആലോചിച്ചപ്പോൾ ഇതുപോലെ ഭരണഘടന വേണം എന്നുള്ളത് അവർ ബ്രിട്ടീഷുകാരെടുത്ത തീരുമാനം തന്നെയാണ്, ഇന്ത്യക്കൊരു ഭരണഘടന വേണം എന്നുള്ളത്. ആ ഭരണഘടനയ്ക്ക് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വന്നു. അതിനകത്ത് ബ്രിട്ടീഷുകാരല്ല, മുഴുവൻ ഇന്ത്യക്കാരാണ് ഉള്ളത്. അന്ന് അറ്റ്ലി, അതായത് അന്നത്തെ ക്ലെമൻ്റ് ആറ്റ്ലി, അതായത് അന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞത്, ഇതുപോലെ പല നാട്ടുരാജ്യങ്ങളും വിഭിന്നങ്ങളായ ആശയങ്ങളും ഉള്ള ആളുകളും വിഭിന്ന മതങ്ങളും വിഭിന്ന അതായത് ഭാഷകൾ സംസാരിക്കുന്നവരും എല്ലാം കൂടെ ഉള്ള ഒരു അവിയൽ പരുവത്തിൽ ഒരു രാജ്യം തട്ടിക്കൂട്ടിയെടുത്താൽ അത് നിലനിൽക്കത്തില്ലെന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന വന്നതോടുകൂടിയാണ് ഇതെല്ലാം ഒന്നായിട്ട് നിലനിൽക്കുന്നത്. അതൊന്നും മനസ്സിലാക്കണം, തിരിച്ചറിയണം. അല്ലെങ്കിൽ ഇന്നേ അടിച്ചു പിരിഞ്ഞു പോയാലേ ഇതാർക്കും ഒന്നും ചെയ്യാനൊക്കത്തില്ല ഇതിനകത്ത്. പിന്നെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ അവരെടുക്കുന്ന ചില തീരുമാനങ്ങൾ, ഉദാഹരണമായിട്ടിപ്പോൾ ജനാധിപത്യം. ആ ജനാധിപത്യം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ജനാധിപത്യം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ടെങ്കിലും അത് രാഷ്ട്രീയമായ തുല്യത തരുന്നെങ്കിലും സാമൂഹികവും സാമ്പത്തികമായ തുല്യത ഇന്ത്യൻ ജനാധിപത്യം നൽകുന്നില്ല എന്ന് പറഞ്ഞത് ഡോക്ടർ ബി.ആർ. അംബേദ്കറാണ്, ഞാനല്ല. അദ്ദേഹം പറഞ്ഞാണ് ഈ രാഷ്ട്രീയ ഒരു തീരുമാനം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ഇലക്ഷൻ കഴിയും, അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെൻറ് ഇലക്ഷനിലൂടെ അവർ പുറത്താക്കപ്പെട്ട അടുത്ത ഗവൺമെൻറ് വരുന്നു. ഒരു തർക്കവും പറയാതെ ഇവിടെ അധികാരം ഒഴിഞ്ഞു കൊടുക്കുന്നത് നമുക്ക് കാണാം. ഒരു പ്രശ്നമില്ല. അധികാരം ഒഴിഞ്ഞില്ലെങ്കിലോ? ഈ കാര്യബോധവും മര്യാദയും മാന്യതയുമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടനയിലെ ജനാധിപത്യം നിലനിർത്തുന്നത്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇവിടെ കഴിഞ്ഞ തവണ ട്രംപ് പരാജയപ്പെട്ടപ്പോൾ, ബൈഡൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ, അമേരിക്കയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇറങ്ങിപ്പോകുന്ന പ്രശ്നമില്ല എന്ന് ട്രംപ് പറയാൻ തയ്യാറായതാണ് നമ്മൾ ഓർക്കണം. ഇപ്പോൾ അങ്ങനെ പറയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ബൈഡൻ അങ്ങനെ പറയുന്നില്ലെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അത് തെറ്റാണെന്ന് അദ്ദേഹത്തിന് എന്നെ ബോധ്യപ്പെട്ട് കാണാം. പക്ഷേ ഈ ഞാൻ പറഞ്ഞില്ലേ 389 അംഗങ്ങളുള്ള ഭരണഘടന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, അതിൻ്റെ തലവനായിട്ട് ഇരുന്നത് ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ആ ഭരണഘടനയുടെ ചർച്ചയിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതായത് ഈ ഭരണഘടനയുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്നുള്ളത് അതിൻ്റെ ആദ്യ സെഷനിൽ 5ാം ദിവസമാണ് നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ വിഖ്യാതമായ ഒരു പ്രസംഗമുണ്ട്. വളരെ പഠിച്ച് കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രസംഗമാണ്. ആ പ്രസംഗം യഥാർത്ഥത്തിൽ വളരെ പ്രകീർത്തിക്കപ്പെടുകയുണ്ടായി. പിന്നെ അത് അതേപോലെ തന്നെ അംഗീകരിക്കപ്പെടുകയാണ് ഉണ്ടായത്. അത് അദ്ദേഹത്തിൻ്റെ ആ പ്രമേയം ഒബ്ജക്റ്റീവ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ഒബ്ജക്റ്റീവ്സ് കണക്കാക്കിയാണ്, ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ അത് കണക്കാക്കിയാണ് ഈ ഭരണഘടന പിന്നെ വന്നിട്ടുള്ളത്. ഈ 389 അംഗങ്ങളിൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവർ ഇതുണ്ടാക്കുന്നത്. ഏതാണ്ട് 2 വർഷവും 11 മാസവും 8 ദിവസവും ഇതിൻ്റെ ചർച്ച ഉണ്ടായിരുന്നുള്ളതാണ്. ഇത്രയും കഷ്ടപ്പെട്ടാണ് അത് ചെയ്തേക്കുന്നത്. ലോകത്തെ
പല പ്രമുഖ രാജ്യങ്ങളിലെയും ഭരണഘടനയിലെ അതിൻ്റെ അന്തസത്ത തത്വങ്ങൾ, നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിന് യോജിച്ച തത്വങ്ങൾ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് മൗലികാവകാശങ്ങൾ, പിന്നെ അതേപോലെ ബാധ്യതകൾ, പൗരൻ്റെ ബാധ്യതകൾ, ഇതെല്ലാം, അതുപോലെ തന്നെ ഈ ഇക്വാളിറ്റി എന്നുള്ള പ്രിൻസിപ്പിള്, ഇതൊക്കെ വന്നേക്കുന്നത് പല ഭരണഘടനയിലെയും തത്വങ്ങളാണ് വന്നേക്കുന്നത്. ഇത് എല്ലാം പഠിച്ച് വിശദമായിട്ട് പഠിച്ച് അത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഒരുപാട് ഇതിന് ഇതിൽ പ്രാധാന്യം വന്നിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതേപോലെ തന്നെ ഈ 389 അംഗങ്ങളിൽ നിന്ന് കുറേ പേര് പിന്നെ പിരിഞ്ഞുപോയി. അതായത് ഇന്ത്യയും വിഭജനത്തിന് ശേഷം, ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഉള്ള വിഭജനത്തിന് ശേഷം പാകിസ്ഥാൻ പ്രവിശ്യയിൽ നിന്നും ആ ഭാഗങ്ങളിൽ നിന്നും ഉള്ള ആളുകൾ അതിൽ നിന്ന് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ബാക്കിയുള്ളത് 299 അംഗങ്ങളാണ് അവശേഷിച്ചത്. അവർ വളരെ പ്രമുഖരായ ആളുകളാണ് അതിൽ വന്നേക്കുന്നതൊക്കെ. എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്, വളരെ മിടുക്കരായിട്ടുള്ള ആളുകളുണ്ട്. അവരൊക്കെയാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ഈ നിർമ്മാണ സഭയിൽ വന്നേക്കുന്ന അവരൊക്കെയാണ്. അവരിത്രത്തോളം കഷ്ടപ്പെട്ട് നിർമ്മിച്ച ഒരു ഭരണഘടനയാണ് ചർച്ച ചെയ്ത് ഇന്ത്യൻ പാർലമെൻറ്റ് ഓരോ പ്രൊവിഷനും വളരെയധികം കൂലങ്കക്ഷമായി ചർച്ചയ്ക്ക് വിധേയമാക്കിയതാണ് ഇതിനകത്ത്. അത് അവസാനം ഇത് നടപ്പിൽ വരിക എന്നുള്ളതൊരു സ്വപ്നമായിരുന്നു. അത് നടപ്പിൽ വന്നപ്പോൾ അത് യാഥാർത്ഥ്യമായിട്ട് മാറി. അതിനകത്ത് ഡോക്ടർ BR അംബേദ്കറുടെ സംഭാവനകളെന്ന് പറയുന്നത് വളരെ വിലമതിക്കേണ്ടതാണ്. ബി എൻ റാവു എന്ന് പറയുന്ന ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ, തമിഴ്നാട്ടുകാരനാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ കരട് തയ്യാറാക്കുന്നത്. ഈ ചർച്ച കഴിയുമ്പോൾ ഓരോന്നും നോക്കിയിട്ട് ഇതിൻ്റെ കരട് തയ്യാറാക്കി. ആ കരട് തയ്യാറാക്കിയിട്ട് അതിനകത്തെ ഭേദഗതികൾ നിർദ്ദേശിച്ചത് ഡോക്ടർ BR അംബേദ്കറാണ്. അത് അദ്ദേഹം തന്നെയാണ് അവസാനം അത് ഫൈനലായിട്ട് രൂപകൽപ്പന ചെയ്ത് ഇത് പുറത്തേക്ക് ഇറക്കുന്നത്. അതൊരു വലിയ സംഭവമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഇന്ത്യയുടെ ഇന്നത്തെ ഇതുവരെയുള്ള നിലനിൽപ്പെന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന മൂലമാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇന്ത്യ ഒരിക്കലും കാണില്ലായിരുന്നു. അതേപോലെ തന്നെയാണ് നമ്മുടെ അവസാനത്തെ നമ്മുടെ ഈ ഗവർണർ ജനറലായിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭു, അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? അതായത് ഒരു ചർച്ച വന്നു, ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരണം. നോക്കിയപ്പോൾ അതൊരു വെള്ളിയാഴ്ചയാണ്. അപ്പോൾ അവിടെ വലിയ തർക്കമായി. അതൊരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ദിവസമായതുകൊണ്ട് വെള്ളിയാഴ്ച പാടില്ല എന്ന് പറഞ്ഞു. ഉടനെ മൗണ്ട് ബാറ്റൻ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഗാന്ധിജി പറഞ്ഞു എത്രയും പെട്ടെന്ന് കിട്ടണം എന്നുള്ളതാണ്. കാരണം നൊന്തത് ഗാന്ധിജിക്കാണ്, വേറെ ആരും നൊന്തവരല്ല അതിനകത്തെ. അതാണ് പ്രശ്നം. അപ്പോൾ ബാക്കി തർക്കിക്കാൻ വരുന്നവർ ഒക്കെ ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നവരാണ്, അല്ലാതെ ഈ നൊന്തവരല്ല. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു എത്രയും മുമ്പേ കിട്ടണം. ശരി, എന്നാൽ ആഗസ്റ്റ് 14 അർദ്ധരാത്രി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഒരു പ്രശ്നമില്ല, അതങ്ങ് സമ്മതിച്ചു. ആഗസ്റ്റ് 14 അർദ്ധരാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗസ്റ്റ് 15 തുടക്കമാണെന്ന് അന്ന് ഈ വിഡ്ഢികൾ ആലോചിക്കുന്നില്ല എന്നുള്ളതാണ്. അന്ന് മൗണ്ട് ബാറ്റൻ പറഞ്ഞ ഒരു വാചകമുണ്ട് കേട്ടോ, ഇതിനെ സംബന്ധിച്ചിടത്തോളം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം, ഈ തീരുമാനം കഴിഞ്ഞതിന് ശേഷം, ഇത്രത്തോളം അന്ധവിശ്വാസം വെച്ച് പുലർത്തുന്ന ഒരു ജനതയുള്ളിടത്തോളം കാലം ഇന്ത്യക്ക് ഒരു മേൽഗതി ഉണ്ടാവാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞിട്ട് പോയത്. സത്യം അതാണ്. ഇന്ന് ഈ അന്ധവിശ്വാസത്തിൻ്റെ പുറത്തല്ലേ നമ്മൾ പല ആളുകളും നടക്കുന്നത്. അന്ധവിശ്വാസങ്ങളെന്ന് പറയുന്നത് ഈ ജനതയ്ക്ക് പറ്റിയതല്ല എന്ന് ജനങ്ങൾ തിരിച്ചറിയണ്ടേ. അത് ഈ 75-ാം വർഷത്തിന് ശേഷവും ഭരണഘടന വന്നതിന് ശേഷവും അത് മാറിയിട്ടില്ല. അന്ന് ഭരണഘടന വരുമ്പോൾ ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞൊരു വാചകമുണ്ട്, ഈ ഭരണഘടനയെ അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞൊരു വാചകമുണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഭരണഘടന മൂലം എന്തെങ്കിലും മോശത്തരങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്നു, നമ്മുടെ രാജ്യത്തുണ്ടാകുന്നെങ്കിൽ അത് ഈ ഭരണഘടനയുടെ കുഴപ്പമല്ല, അത് കൈകാര്യം ചെയ്യുന്നവർ മോശക്കാരായതുകൊണ്ടായിരിക്കും എന്നാണ് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞു. എത്രയോ ശരിയാണെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അതുപോലെ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അതായത് നമ്മുടെ ഈ ഇന്ത്യയിൽ തുല്യതയുണ്ട്. നമ്മുടെ ഭരണഘടന മൂലം തുല്യത ഉണ്ടാവും. എവിടെ? രാഷ്ട്രീയത്തിൽ തുല്യത ഉണ്ടാവും. പക്ഷേ സാമ്പത്തികമായും സാമൂഹ്യമായും തുല്യത ഉണ്ടാവുന്ന ഒരു പ്രശ്നമേ ഇല്ല, പോകുന്നില്ല, നമ്മൾ മനസ്സ് വെച്ചില്ലെങ്കിൽ എന്ന് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത് എത്രയോ ശരിയാണ്. ഈ ഭരണഘടന എന്ന് പറയുന്ന ഒരു ഹോളി ബുക്കായിട്ട് നമ്മൾ കണക്കാക്കണം. അത് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്
നമ്മുടെ ബൈബിളാണ്, നമ്മുടെ പരിശുദ്ധ ഖുറാനാണ്, നമ്മുടെ ഭഗവത്ഗീതയാണ്, ഗുരുഗ്രന്ഥ സാഹിബാണ്. ഇതൊക്കെ ഒന്ന് കണക്കാക്കണം, മനസ്സിലാക്കണം. ഈ ഭരണഘടന ഇല്ലാത്ത ഒരു കാര്യങ്ങളുമില്ല. എല്ലാ മതങ്ങളുടെയും എല്ലാ മതവിശ്വാസങ്ങളുടെയും അതിൻ്റെ തത്വങ്ങളെല്ലാം സാംശീകരിച്ചെടുത്ത് നമ്മുടെ ഭരണഘടനയിൽ ചേർത്തിട്ടുള്ളതാണ്. ഇത്രത്തോളം ബൃഹത്തായ ഒരു ഭരണഘടന ലോകത്ത് വേറെയില്ല. 389 ആർട്ടിക്കിളാണ് നമ്മുടെ ഭരണഘടനയിലുള്ളത്. ഇത്രത്തോളം എഴുതപ്പെട്ട ഭരണഘടനയിൽ ഏറ്റവും വലുതാണ് ഇന്ത്യൻ ഭരണഘടന. അത് ബ്രിട്ടീഷുകാരനൊന്നും ചമച്ച് നമുക്ക് പറഞ്ഞ് കൊടുത്ത് ഇന്ത്യക്കാരൻ ഡോക്ടർ BR അംബേദ്കർ എഴുതിയെടുത്തതല്ല ഈ സാധനം. ഇത് മനസ്സിലാക്കണം. അത്രത്തോളം ബൃഹത്തായ ഒരു ജീവസുറ്റ ഒന്നാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന.